ഞാനേ എല്ലാ ദിവസവും ഞാൻ ഈ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു വീട് കാണും കേട്ടോ. കാണാൻ പറ്റുമല്ലോ ആ ഒരു വീട്. ഇത് നമ്മുടെ ഹൈവേ പുഞ്ചപ്പാടവോ കായലോ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ റോഡിൻ്റെ സൈഡ് ഇവിടെ കായലോ ഒന്നുമല്ല. പുതിയ റോഡ് പണി വന്നപ്പോഴത്തേക്ക് വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. മഴവെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ ഒരു അവസ്ഥ. ഇത് ഈ മഴ സമയത്ത് മാത്രമല്ല, വെയിലുള്ള സമയത്തും ഉണക്ക് സമയത്തും ഇതുപോലെ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും, വേറെ എങ്ങോട്ടും പോകാത്ത രീതിയിൽ. ഞാൻ എല്ലാ ദിവസവും സ്കൂട്ടറിൽ ഞാൻ ജോലിക്ക് പോകുന്ന ഈ വഴിയാണ്. അപ്പോൾ ഈ വഴി പോകുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നതിന് ആ വീടിൻ്റെ സ്റ്റെപ്പ് വരെയും വെള്ളമായിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആണ്ട ഒരു കട ഉണ്ടോ, അവിടെ ഒരു കടയുണ്ട്. ആ കടയിലോട്ടും ഇതുപോലെ അല്ല, ആ കാണുന്ന കട ഉണ്ടോ, ആ കടയുടെ ഫ്രണ്ടിൽ ഇതുപോലെ വെള്ളമാണ്. നമ്മുടെ പുതിയ റോഡ് പണിയുടെ ആ ഒരു പ്രശ്നമാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് മൊത്തം കുഴിയെടുത്തുമൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഈ വെള്ളം എങ്ങോട്ടും പോകാതെ അവിടെ കെട്ടിക്കിടക്കാതെ ഒരു ദിവസവും 2 ദിവസമൊന്നും അല്ല, കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ, കുറേ ദിവസങ്ങളല്ല, എനിക്കൊന്ന് മാസങ്ങളായിട്ട്. ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ ഡാനാപ്പടിയാണ്. ഡാനാപ്പടിയല്ല, നമ്മുടെ നാരകത്തറ. നമ്മുടെ കരുവാറ്റയിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നാരകത്തറ ഭാഗത്തോട്ട് പോകുന്നിടത്താണ്. നാരകത്തറ ജംഗ്ഷൻ്റെ ആ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു വീട് കാണുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് കഷ്ടം തോന്നുന്നു, എന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എപ്പോഴും ഉള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് അധികാരികളിൽ എത്തട്ടെ, ആൾക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മറ്റുള്ളവരും കൂടി അറിയട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സർക്കാരിനെയോ അല്ലെ അധികാരികളെയോ അധിക്ഷേപിക്കാനോ ഒന്നുമല്ല കേട്ടോ. ഈ ഒരു വീഡിയോ ഇത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വരിപ്പാത വരുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദം തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് പാളിച്ചകൾ എന്തെങ്കിലുമൊക്കെ പറ്റുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതും പോകാത്തതും. അതുകൊണ്ട് കുറേയധികം വീടുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഇപ്പോൾ ഈ ഒരുപാട് കടകളൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് പോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കടക്കാർക്കും സാധാരണക്കാരായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കുമൊക്കെ കുറേയധികം ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരം ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.